ഞങ്ങൾ വീഡിയോ എടുത്തുകൊണ്ടിരുന്നു. ഞങ്ങളെ കൊട്ടാരത്തിലിട്ട ഒരു പൂട്ടി. എടീ ഇനി എങ്ങനെ ഇറങ്ങും? ചാടാനും പറ്റത്തില്ല, എല്ലാം കമ്പിയും വെച്ച് കവർ ചെയ്തേക്കുവാണല്ലോ. ഹലോ ഫ്രണ്ട്സ്, എന്തൊക്കെയുണ്ട് വിശേഷം? സുഖമല്ലേ? ഇവിടെ അത്ര സുഖമൊന്നുമല്ല. ഇവിടെ നല്ല ചൂടായിരുന്നു ലാസ്റ്റ് വീക്ക്. 36, 37, 38 ഡിഗ്രി ഒക്കെ ആയിരുന്നു ചൂട്. ഇതൊക്കെ കേൾക്കുമ്പോൾ നാട്ടിലുള്ള ചെയ്യായിരിക്കും ഇതൊക്കെ ഒരു ചൂടാണോ എന്ന് വിചാരിക്കും. പക്ഷേ ഇവിടെ നിൽക്കുമ്പോൾ ഇത് നല്ല ചൂടാണ്. ലാസ്റ്റ് വീക്ക് നിങ്ങൾ ന്യൂസൊക്കെ കണ്ടു കാണും. യൂറോപ്പ് ഉരുകുന്നു, ഇല്ലെങ്കിൽ സ്പെയിൻ കത്തുന്നു, സ്പെയിൻ എന്നൊക്കെ പറഞ്ഞ ന്യൂസ് കണ്ടു കാണും. അതൊക്കെ ശരിയായിരുന്നു. ആ ന്യൂസൊക്കെ ഇവിടെ 46 ഡിഗ്രിയൊക്കെ സ്പെയിനിലൊക്കെ ടെമ്പറേച്ചർ പോയി. അപ്പം എനിവേ എന്തായാലും ഇപ്പം അത്യാവശ്യം ഒരു മഴയൊക്കെ പെയ്യുന്നുണ്ട്. ഇപ്പം ക്ലൈമറ്റ് നല്ല ഒരു ഭംഗിയുണ്ട്. ഓക്കെ, അപ്പം ഇന്നത്തെ ഒരു വീഡിയോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ലാസ്റ്റ് വീഡിയോയിൽ ഞാൻ എൻ്റെ ഒരു ഫ്രണ്ടിനെ പറ്റി ഉള്ള വീഡിയോ കാണിച്ചായിരുന്നു. അതായത് എൻ്റെ ഒരു ഫ്രണ്ട് ജർമ്മനിയിൽ നിന്ന് ഓപ്പർച്യൂണിറ്റി കാർഡിൽ വന്ന കാര്യം. അപ്പം അതിനെപ്പറ്റിയുള്ള ഡീറ്റെയിൽ ആയിട്ടൊരു വീഡിയോ ഞാൻ ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞായിരുന്നു. അപ്പം ഇന്നത്തെ നമ്മുടെ വീഡിയോയുടെ കണ്ടൻറ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതാണ്, അതായത് ഓപ്പർച്യൂണിറ്റി കാർഡിനെ പറ്റിയുള്ളതാണ് നമ്മുടെ ഇന്നത്തെ കണ്ടൻറ്റ്. അപ്പോൾ എൻ്റെ ഫ്രണ്ട് എൻ്റെ കൂടെ ഉണ്ട്. അപ്പം ഇനിയും ബാക്കിയുള്ള കാര്യങ്ങൾ അവൻ പറയും. കാര്യം കുറേ പേര് റിക്വസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ഇങ്ങനെ ഒരു വീഡിയോ, അതായത് ഓപ്പർച്യൂണിറ്റി കാർഡിനെ പറ്റി ചെയ്യണം. അപ്പം എന്തായാലും അവനോട് ചോദ്യങ്ങളൊക്കെ ചോദിക്കാം. അപ്പം ഓക്കെ അല്ലേ? ഓക്കെ. അപ്പോൾ അടിപൊളി ഫ്രെയിമൊക്കെയാണ് കണ്ടോ, അടിപൊളി ഫ്രെയിമൊക്കെയാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് എന്തായാലും ആദ്യത്തെ ക്വസ്റ്റ്യൻ എന്തുകൊണ്ട് ജർമ്മനി വന്നു? ഇത് കുറേ പേര് ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. എന്തുകൊണ്ട് ജർമ്മനി വരുന്നു ആൾക്കാർ? എന്തുകൊണ്ട് ജർമ്മനി വരുന്നെന്ന് പറഞ്ഞാൽ, ഞാൻ ജർമ്മനിയെക്കുറിച്ച് സെർച്ച് ചെയ്തപ്പോൾ തന്നെ നമുക്ക് കൂടുതൽ ജോബ് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. പക്ഷെ പലർക്കും ഇതിനെക്കുറിച്ച് അറിയത്തില്ല. ഇവിടെ എഞ്ചിനീയേഴ്സിനാണെങ്കിൽ ഓപ്പർച്യൂണിറ്റി കുറവാണെന്നാണ് എല്ലാവരും വിചാരിക്കുന്നത്. എല്ലാവരും ചോദിക്കുന്നത് നേഴ്സുമാരല്ലേ പോകുന്നത്, എഞ്ചിനീയേഴ്സ് ഒന്നും വരുന്നില്ലല്ലോ എന്നുള്ളത്. പക്ഷേ നമ്മൾ കുറച്ചൊന്ന് റിസർച്ച് ചെയ്ത് കഴിഞ്ഞപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ജർമ്മനിയിൽ നല്ല ഓപ്പർച്യൂണിറ്റീസ് ഉണ്ടെന്നുള്ളത്. അതുകൊണ്ടാണ് മെയിൻലി ഞാൻ ജർമ്മനി ചൂസ് ചെയ്തത്. അപ്പോൾ പിന്നെ എങ്ങനെ പോകാമെന്നുള്ളത് ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടിരുന്നപ്പോഴാണ് ഞാനിങ്ങനെ ഓരോ യൂട്യൂബിൽ ഓരോ വീഡിയോസൊക്കെ കണ്ട് എങ്ങനെ അവിടുത്തെ വിസ നമുക്ക് കിട്ടുമെന്നുള്ളത്. അപ്പം ഞാൻ കുറേ കണ്ടായിരുന്നു ജോബ് സീക്കിംഗ് വിസ എന്നുള്ളത്. അപ്പം അതിനെക്കുറിച്ച് നോക്കിക്കഴിഞ്ഞപ്പോൾ എനിക്ക് അത്ര ഒരു സാറ്റിസ്ഫാക്ഷൻ കിട്ടിയില്ല. അപ്പോഴാണ് പുതുതായിട്ട് ഈ ജർമ്മൻ ഓപ്പർച്യൂണിറ്റി കാർഡ് എന്ന് പറഞ്ഞൊരു വിസ നിലവിൽ വന്നത്. അപ്പോൾ പിന്നെ ഞാൻ അതിനെക്കുറിച്ച് കൂടുതൽ അന്വേഷിച്ചറിയാൻ നോക്കി. ഓക്കെ, അങ്ങനെ ആ ഫ്രെയിമൊക്കെ വിട്ട് നമ്മൾ അടുത്ത ഫ്രെയിമിലോട്ടെത്തി. തന്നെ വെളി നല്ല കാറ്റായിരുന്നു, അതുകൊണ്ട് അതെ, മേളിൽ നല്ല കാറ്റായതുകൊണ്ട് വന്നതാണ്. അപ്പോൾ നമ്മൾ മേളിൽ വെച്ച് ചോദിച്ച് നിർത്തിയ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓപ്പർച്യൂണിറ്റി കാർഡ്. അപ്പോൾ ഓപ്പർച്യൂണിറ്റി കാർഡിനെ പറ്റി ഡീറ്റെയിൽ ആയിട്ടാന്ന് പറയാം. കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓപ്പർച്യൂണിറ്റി കാർഡെന്ന് എല്ലാവരും കേട്ടിട്ടുണ്ട്, എല്ലാവരും ഇപ്പോൾ സ്ഥിരം കേട്ടുകൊണ്ടും ഇരിക്കുന്നുണ്ട്. ഇൻസ്റ്റാഗ്രാം തുറന്നാൽ, ഫേസ്ബുക്ക് തുറന്നാൽ, യൂട്യൂബ് തുറന്നാലും എല്ലാം കേൾക്കുന്നുണ്ട്. അപ്പോൾ അതിനെപ്പറ്റി ഡീറ്റെയിൽ ആയിട്ടെന്ന് പറയാം. അത് വന്നൊരാൾക്ക് അതിൻ്റെ എക്സ്പീരിയൻസ് കറക്റ്റ് പറയാൻ പറ്റുമല്ലോ. ഓക്കെ, ഞാൻ പറഞ്ഞില്ലേ നമുക്ക് 2 വിസ ഉണ്ടായിരുന്നു. ഒന്ന് ജോബ് സീക്കിംഗ് വിസ ഉണ്ടായിരുന്നു, പിന്നെ ഒന്ന് ഈ ഓപ്പർച്യൂണിറ്റി കാർഡായിരുന്നു. അപ്പോൾ ഈ ജോബ് സീക്കിംഗ് വിസ എന്ന് പറഞ്ഞാൽ നമുക്ക് 6 മാസമേ വാലിറ്റി ഉള്ളൂ. 6 മാസം ജോലി കിട്ടിയില്ല നമ്മൾ തിരിച്ച് നാട്ടിൽ പോകണം. പിന്നെ അതുപോലെ തന്നെ ജോബ് സീക്കിംഗ് വിസയിൽ നമ്മുടെ പാർട്ട് ടൈം ചെയ്യാൻ പറ്റില്ല. നമുക്ക് ഓപ്പർച്യൂണിറ്റി കാർഡിനകത്താണെങ്കിൽ 20 മണിക്കൂർ വീക്കിലി 20 മണിക്കൂർ നമുക്ക് പാർട്ട് ടൈം ചെയ്യാൻ പറ്റും. അപ്പോൾ പാർട്ട് ടൈം ചെയ്തുകൊണ്ട് തന്നെ നമുക്ക് വേണമെങ്കിൽ ജോലി കണ്ടുപിടിക്കുകയും ചെയ്യാം. അത് മാത്രമല്ല, മെയിനായിട്ട് നമുക്ക് 1 വർഷം ഇവിടെ ടൈമുണ്ട്, 1 വർഷം ടൈമുണ്ട്. അപ്പം ഇതിന്റെ ലാംഗ്വേജിന്റെ റിക്വയർമെന്റ് എങ്ങനെയായിരുന്നു? ലാംഗ്വേജ് നമുക്ക് പറഞ്ഞായിരുന്നു, നമുക്ക് ഇവിടെ ജോലി കിട്ടും. പക്ഷെ ജോലി കിട്ടണമെങ്കിൽ നമുക്ക് മെയിനായിട്ട് ലാംഗ്വേജ് വേണം, ലാംഗ്വേജ് അറിഞ്ഞിരിക്കണം. അപ്പൊ നമുക്ക് ഇത് അപ്ലൈ ചെയ്യാൻ വേണ്ടി ജസ്റ്റ് A1 മതി. ചിലത് ലാംഗ്വേജ് ഇല്ലാതെ തന്നെ അപ്ലൈ ചെയ്യുന്നവരും ഉണ്ട്. അതായത് ജോലി കിട്ടണമെങ്കിൽ എംബസി, അതായത് ജർമ്മൻ ഗവൺമെന്റ് പറയുന്നത് A1 കൊണ്ട് നിങ്ങൾക്ക് ഇവിടെ വരാം. പക്ഷേ ഇവിടുത്തെ ഒരു സാഹചര്യം, ഇപ്പം ഞാനിവിടെ ജോലി ചെയ്യുന്നതും കൂടി ആയതുകൊണ്ട് ഞാൻ പറയാം, നമുക്ക് എന്താണ് കമ്പനീസ് A1 വെച്ച് അക്സെപ്റ്റ് ചെയ്യത്തില്ല. B1, B2 ലെവൽ ലാംഗ്വേജ് നമ്മൾ സംസാരിച്ച് കഴിഞ്ഞാലേ കമ്പനീസ് അക്സെപ്റ്റ് ചെയ്യത്തുള്ളൂ. അപ്പോൾ നമുക്ക് B2 ഉണ്ടെങ്കിലാണ് ഇവിടെ ഒരു പ്രൊഫഷണൽ ജോലി കിട്ടത്തുള്ളൂ. ഓക്കെ, അപ്പോൾ ലാംഗ്വേജ് പഠിച്ചായിരുന്നോ നാട്ടിൽ? ഞാൻ ലാംഗ്വേജ് നാട്ടിൽ പഠിച്ചിട്ടാണ് വന്നത് ഇങ്ങോട്ട്. എക്സാം എഴുതിയിട്ടാണ് വന്നത്. എക്സാം എഴുതി B2ന്റെ എക്സാം എഴുതിയിട്ടാണ് വന്നത്. B2ന്റെ എക്സാം എഴുതി. B2ന്റെ എക്സാം അത് നല്ലൊരു, അതാണ് മെയിൻ ഒരു അടിത്തറ എന്ന് പറഞ്ഞത് സംഭവം. വീണ്ടും ഒരു അടിപൊളി ഫ്രെയിം, നമ്മുടെ ബാഹുബലിക്കകത്തെ മകിൽമതി കൊട്ടാരം പോലെ. ഓക്കെ, അപ്പോൾ നമ്മുടെ അടുത്ത ക്വസ്റ്റ്യൻ, എന്തൊക്കെയാണ് നമുക്ക് ഡോക്യുമെന്റ്സ് വേണ്ടത്? നമുക്ക് ഡോക്യുമെന്റ്സ് വേണ്ടിയെന്ന് പറഞ്ഞാൽ ഇതൊരു പോയിന്റ് വൈസ് ക്രൈറ്റീരിയ ആണ്. നമുക്കൊരു 10 6 പോയിന്റ് മീറ്റ് ചെയ്താൽ മതി. ഓക്കെ, അപ്പോൾ ആ 6 പോയിന്റ്സ് എന്ന് പറയുന്നത്, ഒന്ന് നമ്മുടെ ക്വാളിഫിക്കേഷൻ. ഓക്കെ, അത് നമ്മുടെ ഞാനിപ്പോൾ BTech ആയതുകൊണ്ട്, BE ആയതുകൊണ്ട് എനിക്ക് അതിൽ നിന്ന് തന്നെ 2 പോയിന്റ് കിട്ടും. പിന്നെ നമുക്ക് ലാംഗ്വേജ് വേണം. ഞാൻ പറഞ്ഞല്ലോ, ലാംഗ്വേജിന് നമുക്ക്
A1-നാണെങ്കിൽ 1 പോയിന്റ്, പിന്നെ അതുപോലെ മേലോട്ട് A1, A2, ഓരോ ലെവൽ മാറുമ്പോൾ മാറുന്നതനുസരിച്ച് പോയിന്റ്സ് കൂടും. ഓക്കെ. പിന്നെ അത് കഴിഞ്ഞ് നമ്മുടെ എക്സ്പീരിയൻസ്. ഓക്കെ. നമുക്ക് ഒരു മിനിമം 2 വർഷത്തെ എക്സ്പീരിയൻസ് വേണം. നിനക്ക് എത്ര വർഷം എക്സ്പീരിയൻസ് ഉണ്ട്? 4 വർഷത്തെ. 4 വർഷത്തെ. അപ്പം നമുക്ക് ഇതിനകത്തൊരു മിനിമം 2 വർഷത്തെ എക്സ്പീരിയൻസ് വേണം. നമ്മൾ ഏതാണ് നമ്മുടെ ക്വാളിഫിക്കേഷൻ, അതായത് നമ്മുടെ ഡിഗ്രി ഏതാണോ നമ്മൾ പഠിച്ചത്, അപ്പം ഇപ്പൊ ബേസ് ചെയ്തിട്ടുള്ള ക്വാളിഫിക്കേഷൻ. എക്സാമ്പിൾ ഇപ്പൊ സിവിൽ എഞ്ചിനീയറിംഗ് പഠിച്ചു, അത് കഴിഞ്ഞ് സിവിൽ എഞ്ചിനീയറിംഗിന്റെ എക്സ്പീരിയൻസ് 2 വർഷം വേണം. അതെ അതെ. അപ്പൊ അത് വെച്ചാണ് നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്നത്. ഇങ്ങനെയാണ് പോയിന്റ് വരുന്നത് അല്ലേ? ഇത്രയും കാര്യങ്ങളേ ഉള്ളൂ പോയിന്റിൽ. പിന്നെ നമ്മുടെ ഏജ് 35 വയസ്സിന് താഴെയാണെങ്കിൽ നമുക്കൊരു 2 പോയിന്റ് കൂടെ കിട്ടും. അപ്പം എങ്ങനെ പോലും നമുക്കൊരു 6 പോയിന്റ്സ് മീറ്റ് ചെയ്യാം. ഇപ്പം ഞാൻ പറഞ്ഞല്ലോ നേരത്തെ, ഇപ്പം ലാംഗ്വേജ് ഇല്ലാതെയും കയറി വരുന്നവരുണ്ട്. ഓക്കെ. പക്ഷെ അവർക്കാണെങ്കിൽ ഡിഫിക്കൽട്ട് ആണ്. ഡിഫിക്കൽട്ട് എന്ന് പറഞ്ഞാൽ ലാംഗ്വേജ് ഇല്ലാതെ കയറി വരിക എന്ന് പറയുമ്പോൾ ഞാൻ പറഞ്ഞില്ല, ഈ 6 പോയിന്റ് ക്രൈറ്റീരിയാസ് അവര്, അതായത് എങ്ങനെയും കയറി വരണമെന്ന് വിചാരിച്ച് കുറെ ആൾക്കാർ വരുന്നുണ്ട്. ഇപ്പൊ നീ ലാംഗ്വേജ് പഠിച്ചു വന്നു, ലാംഗ്വേജ് പഠിക്കാതെ വരുന്ന കുറെ പേരുണ്ട്. പക്ഷെ അങ്ങനെ വരുമ്പോൾ അത് ഇച്ചിരി കൂടി ഡിഫിക്കൽട്ട് ആണ് സർവൈവ് ചെയ്യാൻ. അതാണ് പാട് പ്രശ്നം. ഇതിനകത്ത് വേണ്ടി പറഞ്ഞാൽ മെയിനായിട്ട് നമുക്ക് ബ്ലോക്ക് എമൗണ്ട് വേണം. ബ്ലോക്ക് എമൗണ്ട് വേണം, സ്റ്റുഡൻസ് വരുന്ന പോലെ തന്നെ അല്ലേ? സ്റ്റുഡൻസ് വരുന്നത്. ഇപ്പോൾ നമുക്കിവിടെ 12 മാസം ആയതുകൊണ്ട് നമുക്ക് ഓരോ മാസം 1091 യൂറോ വെച്ചിട്ട്. ഓക്കെ. നമ്മുടെ എക്സ്പെൻസ് മീറ്റ് ചെയ്യുന്നത്. അതായത് ഇപ്പൊ ഈ വീഡിയോ കാണുന്ന ഇപ്പൊ പേരൻസ് ആയിട്ടുള്ളവരൊക്കെ ആണെങ്കിൽ ബ്ലോക്ക് എമൗണ്ട് എന്ന് പറയുന്നത് ഇവിടുത്തെ ഗവൺമെന്റ് നമുക്ക് ഇവിടെ വന്നു കഴിഞ്ഞാൽ നമ്മുടെ ചെലവിന് വേണ്ടി നമ്മൾ കുറച്ച് എമൗണ്ട് നമ്മുടെ അക്കൗണ്ടിൽ ബ്ലോക്ക് ചെയ്യുന്നു. അത് മന്ത്ലി നമുക്ക് കുറച്ചായിട്ട് ഇവർ തന്നെ റിലീസ് ചെയ്യുന്നു. അതാണ് ഈ ബ്ലോക്ക് എമൗണ്ട് എന്ന് പറയുന്നത്. അതെ. എനിക്ക് കഴിഞ്ഞ പ്രാവശ്യം ഞാൻ നോക്കിയപ്പം എമൗണ്ട് കുറവായിരുന്നു, 1027 യൂറോ എങ്ങാണ്ടായിരുന്നു തോന്നുന്നു. അപ്പോൾ ഈ പ്രാവശ്യം ഞാൻ പുതുതായിട്ട് അപ്ലൈ ചെയ്തപ്പം എനിക്കത് എമൗണ്ട്, അതായത് അവർ കൂട്ടി, അതായത് ഇവിടുത്തെ ഗവൺമെന്റ് കൂട്ടിയതാണ്. അതായത് ഇവിടുത്തെ ഇത് കൂടും, ഇവിടുത്തെ ജീവിത ചെലവ് കൂടുന്നതനുസരിച്ച് അവരും ഇത് കൂട്ടിക്കൊണ്ടിരിക്കും ബ്ലോക്ക് എമൗണ്ട്. അപ്പം ബ്ലോക്ക് എമൗണ്ട് ചെയ്തായിരുന്നു അല്ലേ? ബ്ലോക്ക് എമൗണ്ട് ചെയ്തായിരുന്നു. എനിക്ക് തോന്നുന്നത് മൊത്തം ഒരു 13,092 യൂറോ എങ്ങാണ്ടായിരുന്നു അക്കൗണ്ടിൽ കാണിച്ചായിരുന്നു. അപ്പം ഞാൻ പറഞ്ഞല്ലോ ബ്ലോക്ക് എമൗണ്ടിന്റെ കാര്യം. അപ്പം ബ്ലോക്ക് എമൗണ്ട് ഇല്ലാതെ നമുക്ക് കയറി വരാൻ പറ്റും. പക്ഷേ അത് കുറച്ച് പാടാണ്. അതെന്ന് വെച്ചാൽ ഒന്ന് നമുക്ക് ഇവിടെ അറിയാവുന്ന ഒരാളായിരിക്കണം. ഇവിടെ അറിയാവുന്ന ഒരാൾക്ക് നമ്മളെ സ്പോൺസർ ചെയ്യാം. അതായത് ഇവിടെ ജോലിയുള്ള ഒരാൾക്ക് സ്പോൺസർ ചെയ്യാം. ഇവിടെ ഒന്നെങ്കിൽ ഇവിടെ ഒരു സിറ്റിസൺ ആയിരിക്കണം എന്നൊരാൾക്കാണെങ്കിൽ നമുക്ക് സ്പോൺസർ ചെയ്യാൻ പറ്റും. അപ്പൊ ഈ ബ്ലൂ കാർഡിലൊക്കെ നിൽക്കുന്നവർക്ക് സ്പോൺസർ ചെയ്യാൻ പറ്റും. ഓക്കെ. അതായത് ഒരു ജോബ് ഉള്ള ഒരാൾക്ക് നിന്നെ സ്പോൺസർ ചെയ്യാൻ പറ്റും, വരുന്ന ഒരാൾക്ക്. പിന്നെ അതുപോലെ തന്നെ ഇതുപോലെ ഇവിടെ പാർട്ട് ടൈം ഒക്കെ തപ്പിപ്പിടിച്ച്, നമ്മുടെ നാട്ടിൽ നിന്ന് തന്നെ പാർട്ട് ടൈം തപ്പിപ്പിടിച്ച് ഇവിടുന്ന് അവർ നമുക്ക് ഓഫർ ലെറ്റർ തരുവാണെങ്കിൽ അങ്ങനെ നമുക്ക് കയറി വരാൻ പറ്റും. ഓക്കെ. അങ്ങനെയും പറ്റും അല്ലേ? പക്ഷെ അതിനൊക്കെ കുറച്ച് പേപ്പർ വർക്ക്സും കാര്യങ്ങളും ഉണ്ട്. അതൊക്കെ ഇച്ചിരി കൂടി ഡിഫിക്കൽട്ട് ആണ്. പക്ഷെ ഏറ്റവും ബെറ്റർ എനിക്ക് തോന്നുന്നത് നമുക്ക് ബ്ലോക്ക് എമൗണ്ട് ആണ്. കാരണം അതാണ് കുറച്ച് പൈസ ഉണ്ടെങ്കിൽ അതാണ് നമുക്ക് സേഫ്. ഇവിടെ വന്ന് നമുക്ക് വിസ പെട്ടെന്ന് കിട്ടാനും റിജക്ഷൻ ഇല്ലാതെ കിട്ടാനും. റിജക്ഷൻ ഒക്കെ ഒത്തിരി വരുന്നുണ്ടോ ഇതില്? ഈ കേസിൽ വരുന്നുണ്ട്. ഇപ്പം പൊതുവേ ജർമ്മനിയിൽ റിജക്ഷൻസ് കൂടുതലായിട്ട് വരുന്നുണ്ടെന്നാണ് കേൾക്കുന്നത്, എല്ലാ വിസയിലും. അപ്പൊ അതുകൊണ്ടാണ് ബ്ലോക്ക് എമൗണ്ട് ആണ് കുറച്ചുകൂടെ സേഫ്. ഓക്കെ. നീ ഉറങ്ങടാ ഓക്കെ. അപ്പൊ ഇനി അടുത്തത്, അപ്പം ഈ ഇതെല്ലാം ചെയ്തതേ, നീ ചെയ്തത് ഏജൻസി ത്രൂ ആണോ അതോ തന്നെത്താനാണോ ചെയ്തത്? ഞാൻ ഏജൻസി ത്രൂ ചെയ്തത്. എറണാകുളത്തെ ഏജൻസി ഉണ്ടായിരുന്നു, ഞാൻ അവർ ത്രൂ ആണ് ചെയ്തത്. ഓക്കെ. പിന്നെ നമുക്ക് തന്നെ ചെയ്യുന്നവരുണ്ട് കേട്ടോ, തന്നെ ചെയ്യുന്നവരും ഉണ്ട്. പക്ഷെ ഒരു പ്രോബ്ലം എന്ന് പറഞ്ഞാൽ വിസ റിജക്ഷന്റെ, ഞാൻ പറഞ്ഞല്ലോ, അതേപോലെ തന്നെ ഈ വിസ സ്ലോട്ട് കിട്ടാനും അപ്പോയിന്റ്മെന്റ് കിട്ടാനും ഭയങ്കര പാടാണ്. നമ്മൾ തന്നെ ചെയ്യുന്നവരൊക്കെ ആണെങ്കിൽ അവർക്ക് കുറെ, ഞാൻ കണ്ടിട്ടുണ്ട് 2-3 പേരെ അങ്ങനെ കണ്ടിട്ടുണ്ട്. അവർ പറയുന്നത് എനിക്ക് സ്ലോട്ട് കിട്ടുന്നില്ല എന്ന്. കാരണം ഇപ്പൊ ആപ്ലിക്കേഷൻ കൂടുന്നത് കൊണ്ട് ഇവര് തന്നെ, എനിക്ക് തോന്നുന്നു അവര് തന്നെ കുറച്ചൊന്ന് ചവിട്ടി നിർത്തി. ഇപ്പൊ എല്ലാ കാര്യത്തിലും എനിക്കൊന്ന് സ്റ്റുഡൻസിന് ഒഴിച്ച് ബാക്കി എല്ലാവർക്കും ഭയങ്കര VFS സ്ലോട്ട് കിട്ടാനാണെങ്കിലും, പിന്നെ സ്പൗസസിലൊക്കെ അപ്ലൈ ചെയ്താൽ കുറെ പേർക്ക് ഇത് കിട്ടുന്നില്ല, അതായത് വിസ കിട്ടുന്നില്ല, ലേറ്റ് ആവുന്നു, ഭയങ്കര ഡിലേ വരുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് എനിക്ക് തോന്നുന്നു ഏജൻസി ത്രൂ ചെയ്യുന്നതായിരിക്കും ഇച്ചിരി ബെറ്റർ. കാരണം അവര് നമുക്ക് കറക്റ്റ് ആയിട്ടുള്ള പ്രോപ്പർ വേയിൽ പറഞ്ഞു തരും. അത് എങ്ങനെയാണ് അപ്ലൈ ചെയ്യേണ്ടത്, എന്തൊക്കെ ഡോക്യുമെന്റ്സ് ആണ് വേണ്ടത്. അപ്പം നമുക്ക് പിന്നെ വേറെ കുറെ കാര്യങ്ങളൊക്കെ ഉണ്ട്, അതെല്ലാം നമ്മുടെ ഏജൻസിക്കാർ നമ്മളെ സപ്പോർട്ട് ചെയ്യും. ഓക്കെ. അപ്പൊ ഏജൻസിക്ക് നമ്മള് അത് കുഴപ്പമില്ല, ഏജൻസിക്ക് പൈസ എല്ലാം കൊടുക്കണോ? എത്ര പൈസ കൊടുക്കണമല്ലോ? എത്ര രൂപ കൊടുത്ത് ഏകദേശം? ഏജൻസിക്ക് നമ്മൾ അറൗണ്ട്, പല ഏജൻസിക്കും പല റേറ്റാണ് പറയുന്നത്. ഓക്കെ. ഇപ്പൊ എൻ്റെ ഏജൻസിക്കായിരുന്നു, അത് പറയണോടാ? പറഞ്ഞു, കുഴപ്പമില്ല, അത് കട്ടിയാണ്, പറഞ്ഞോ നീ, കുഴപ്പമില്ല. എൻ്റെ ഏജൻസിക്കാണെങ്കിൽ അറൗണ്ട് ഒരു 75+ GST ആണ് വരുന്നത്. ഓക്കെ. അത്രേ ഉള്ളൂ. സാധാരണ ഏജൻസിക്കാർക്കൊക്കെ കുടുംബം എഴുതി വെക്കേണ്ടി വരും. 75,000. ഞാൻ പറഞ്ഞില്ല, ചില ഏജൻസിക്കാരുണ്ട് 1 ലക്ഷത്തിനുള്ളവരുണ്ട്, ചില 30,000-50,000 ഉണ്ട്. ഓക്കെ. അതിപ്പോ സ്റ്റുഡന്റ് വിസ ആണെങ്കിലും സ്റ്റുഡന്റ് വിസ 3 ലക്ഷം രൂപയ്ക്ക് ചെയ്യുന്നവരുണ്ട് ജർമ്മനിയിൽ, 50,000 രൂപയ്ക്ക് ചെയ്യുന്നവരുണ്ട്. ഇപ്പൊ തമിഴ്നാട്ടിലൊക്കെ പോയി കഴിഞ്ഞാൽ 50,000 രൂപയ്ക്കൊക്കെ ചെയ്യുന്നവരുണ്ട് സ്റ്റുഡന്റ് വിസ ആണെങ്കിലും എല്ലാം. അതിപ്പോ ഓരോരുത്തരെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും.
റേറ്റിൻ്റെ കാര്യം ഏജൻസികളുടെ. പിന്നെ ഈ ലാംഗ്വേജ് പഠിച്ചത് എങ്ങനെയായിരുന്നു? ഓഫ്ലൈനിൽ കൂടി ആയിരുന്നോ ഓൺലൈനിൽ കൂടി ആയിരുന്നോ? ഞാൻ ഓഫ്ലൈൻ കുറേ നോക്കിയായിരുന്നു, പക്ഷെ കുറച്ച് റേറ്റ് ആവുന്നത് കണ്ടുകൊണ്ട് നമുക്ക് പിന്നെ അറിയാമല്ലോ നമ്മൾ ഓഫ്ലൈനൊക്കെ നല്ല റേറ്റ് ആയിപ്പോൾ അല്ലേ? ഓഫ്ലൈനൊക്കെ നല്ല റേറ്റ് ആയി. പിന്നെ ഞാൻ പറഞ്ഞല്ലോ നമുക്ക് ഈ ഒരു ബ്ലോക്ക് എമൗണ്ട് ഒക്കെ സെറ്റ് ചെയ്യേണ്ട ആവശ്യം കൊണ്ട് ഞാൻ കുറച്ചൊന്ന് നമുക്ക് എമൗണ്ട് ഒക്കെ ഒന്ന് സെറ്റ് ചെയ്യുന്ന രീതി ഫിനാൻഷ്യലി ഇത്രയും എമൗണ്ട് ഒക്കെ കാണിക്കണമല്ലോ നമ്മൾ. അപ്പം അതുകൊണ്ട് ഞാൻ അതുകൊണ്ട് ഓൺലൈനാണ് എടുത്തത്. ഓക്കെ, ഓൺലൈനായിരുന്നു പഠിച്ചത്. നല്ലൊരു ഇൻസ്റ്റിറ്റ്യൂട്ടായിരുന്നു. എത്ര നാളെടുത്തു B2 വരെ ലാംഗ്വേജ് പഠിക്കാൻ? എനിക്കൊരു അറൗണ്ട് ഒരു 7 to 8 months വരെ എടുത്തിട്ടുണ്ട് B2 വരെ. കാരണം എന്നാലേ നമ്മൾ പ്രോപ്പറായിട്ട് എക്സാം അറ്റൻഡ് ചെയ്യാൻ പറ്റത്തുള്ളൂ. എക്സാമിന് ഏറ്റവും കൂടുതൽ ഡേറ്റ് കിട്ടാനാണ് അല്ലേ? നാട്ടില് ഡേറ്റ് കിട്ടും, അറിയാലോ. പിന്നെ ഡേറ്റ് കിട്ടണമെങ്കിൽ നമ്മൾ സ്വന്തമായിട്ട് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കിട്ടത്തില്ല. ഏജൻസികൾ പൈസ കൊടുക്കുക അതൊക്കെ തന്നെ. ഓക്കെ. അപ്പം ഇനി അടുത്തൊരു ക്വസ്റ്റ്യൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് ഇപ്പം എല്ലാം കാര്യം പറഞ്ഞു. അപ്പം നീ ഫൈനലൈസ് ചെയ്തൊന്ന് പറയാമോ ഏതൊക്കെ ഡോക്യുമെന്റ്സ് ആയിരുന്നു വേണ്ടതെന്ന്? നമുക്ക് ഡോക്യുമെന്റ്സ് എന്തൊക്കെയാണെന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞല്ലോ, ഒന്ന് നമ്മുടെ യൂണിവേഴ്സിറ്റി ഡിഗ്രിയുടെ വേണം. ഓക്കെ. പിന്നെ അതുപോലെ തന്നെ ഈ യൂണിവേഴ്സിറ്റി ഏത് യൂണിവേഴ്സിറ്റിയാണ് അതിന് ഓരോന്നിനും ഓരോ റെക്കഗ്നൈസേഷൻ ഉണ്ട്. ഓരോന്നിനും ഇപ്പം ചിലത് H ആയിരിക്കും, ചിലത് H+ ആയിരിക്കും. അതായത് കാറ്റഗറിയാണ്. അതായത് അത് നമുക്ക് അനബിൻ എന്ന് പറഞ്ഞ ഇത് ത്രൂ വെബ്സൈറ്റ് ത്രൂ അനബിൻ എന്ന് പറഞ്ഞൊരു വെബ്സൈറ്റ് ഉണ്ട്. അതിനകത്ത് പോയി കഴിഞ്ഞാൽ നമുക്കത് നമ്മുടെ യൂണിവേഴ്സിറ്റിയുടെ റെക്കഗ്നേഷൻ എന്താണെന്ന് അറിയാൻ പറ്റും. അതെ. പിന്നെ നമുക്ക് വേണ്ട നമ്മുടെ പാസ്പോർട്ട്, അത് തന്നെ വേണമല്ലോ. പാസ്പോർട്ട് ഇല്ലാതെ വേണം. പിന്നെ നമ്മുടെ ബ്ലോക്ക് എമൗണ്ട്. ഈ ബ്ലോക്ക് എമൗണ്ട് എടുക്കുമ്പോൾ നമുക്ക് അതിൻ്റെ കൂടെ തന്നെ നമുക്ക് ഇൻഷുറൻസ്, ഹെൽത്ത് ഇൻഷുറൻസ്, ഡോക്ടർ വാൾട്ടൻ ഇൻഷുറൻസ് നമുക്ക് കിട്ടും. ഓക്കെ. പിന്നെ നമ്മുടെ ഡോക്യുമെന്റ്സിന് സപ്പോർട്ടായിട്ട് നമ്മുടെ ജർമ്മൻ ലാംഗ്വേജ് എഴുതുന്നുണ്ടെങ്കിൽ അതിന്റെ സർട്ടിഫിക്കറ്റ്സ് വെക്കാം. IELTS വേണ്ട ഇതിനല്ലേ? IELTS ഞാൻ പറഞ്ഞല്ലോ, ഇപ്പൊ നമുക്ക് കയറി വരാൻ വേണ്ടി മാത്രമാണെങ്കിൽ ഒന്നെങ്കിൽ A1 ഇല്ലെങ്കിൽ IELTS. ഓക്കെ. IELTSന്റെ ഏതാണ്ട് നമുക്ക് കുഴപ്പമില്ല. പക്ഷേ ഇവിടെ വന്നു കഴിഞ്ഞാൽ പിന്നെ IELTS വെച്ചിട്ട് കാര്യമില്ല. IELTS വെച്ചൊരു കാര്യമില്ല. വേണ്ടത് അതെ, IELTSന്റെ പേപ്പർ ഉണ്ടെങ്കിൽ നമുക്ക് ബോട്ട് ഉണ്ടാക്കി കളിക്കാം. അതുകൊണ്ട് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. പക്ഷെ ഒരു ഫ്യൂച്ചറിൽ വരുമായിരിക്കും. ഒരു 10 വർഷമൊക്കെ കഴിയുമ്പോഴത്തേക്ക് ഇവിടെ ആൾക്കാരെല്ലാം ഇംഗ്ലീഷ് സംസാരിക്കുക എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. പിന്നെ ഞാൻ പറഞ്ഞത് നമ്മുടെ ഡോക്യുമെന്റ്സ്, പ്രൊഫൈലിനെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയുള്ള ഡോക്യുമെന്റ്സ് എന്ന് പറയുമ്പോൾ നമ്മുടെ ബർത്ത് സർട്ടിഫിക്കറ്റ്, നമ്മുടെ +1 10ലെയും +2ലെയും സർട്ടിഫിക്കറ്റ്സ്, പിന്നെ നമ്മുടെ പാൻ കാർഡൊക്കെ വേണം. പാൻ കാർഡിന്റെ അതൊക്കെ എനിക്ക് തോന്നുന്നു അതൊക്കെ നമ്മുടെ ഇന്ത്യൻ ഗവൺമെന്റ് പറയുന്നതായിരിക്കും അല്ലേ? അതായത് ഇവിടുന്ന് നാട്ടിലോട്ട് പൈസ അയക്കും അവന്മാർക്ക് ടാക്സ് ഇത് വെട്ടിക്കാൻ വേണ്ടി, അതിനുവേണ്ടിയുള്ള പരിപാടിയാണ് പാൻ കാർഡ്. ഞാൻ പറഞ്ഞില്ല, നമ്മുടെ ഡോക്യുമെന്റ്സ് ഒന്നും സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി മാത്രമാണ്. പിന്നെ നമ്മുടെ റേഷൻ കാർഡ് വേണ്ട. ഓക്കെ. പിന്നെ നമ്മുടെ പാസ്പോർട്ട് എല്ലാം അങ്ങനത്തെ കുറച്ച് ഡീറ്റെയിൽസും കാര്യങ്ങളും. ഓക്കെ. ഇതൊക്കെ ഈ ഇൻഫർമേഷൻ ഒക്കെ ആൾക്കാർ ഗൂഗിളിൽ നോക്കിയാണ് കാണുമല്ലോ. ഓക്കെ. പിന്നെ അല്ല, ഇപ്പം കുറെ പേര് പറയുന്നത് കേട്ടു പണ്ടത്തെ പോലല്ല, ഇപ്പം വിസയ്ക്ക് VFS ഡേറ്റ് എടുക്കുന്നതിന്റെ ഒക്കെ ചേഞ്ച് ചെയ്യണോ? അതായത് ഫസ്റ്റ് നമ്മൾ ഡോക്യുമെന്റ്സ് ഒക്കെ എംബസിക്ക് സബ്മിറ്റ് ചെയ്യണോ അങ്ങനെയൊക്കെ പറയുന്നത്. അതെ. നേരത്തെ എന്ന് പറഞ്ഞാൽ നമ്മൾ നമ്മുടെ പാസ്പോർട്ട് വെച്ചിട്ടാണ് നമ്മൾ VFS ഡേറ്റ് എടുത്തോണ്ടിരുന്നത്. അതായത് ജസ്റ്റ് നമുക്ക് VFS ഡേറ്റ് നോക്കുക, പാസ്പോർട്ട് നമ്പർ വെച്ച് നമ്മൾ ജസ്റ്റ് എടുക്കുക, എന്നിട്ട് നമ്മൾ അവിടെ പോയിട്ട് ഡോക്യുമെന്റ് എല്ലാം സബ്മിറ്റ് ചെയ്യുന്നു VFSൽ. പക്ഷെ ഇപ്പൊ നമ്മുടെ CSV പോർട്ടൽ, അതായത് ജർമ്മൻ എംബസിയുടെ പോർട്ടലാണോ? ഓക്കെ. അപ്പൊ നമ്മൾ അതിനകത്ത് നമ്മുടെ ഡോക്യുമെന്റ്സ് എല്ലാം സബ്മിറ്റ് ചെയ്യണം. ഓക്കെ. അപ്പൊ ആദ്യം നമ്മൾ അതിനകത്ത് ഒരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യണം. അത് നമുക്ക് ഏജൻസി നമ്മളെ ഹെൽപ്പ് ചെയ്യും അതിനൊക്കെ. ഏജൻസി ഹെൽപ്പ് ചെയ്യും. എന്നിട്ട് നമ്മൾ അതിനകത്ത് നമ്മുടെ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യണം. എനിക്ക് തോന്നുന്നു നമ്മുടെ മെയിൽ ID വെച്ച് ചെയ്യുന്നതാണ് ഇച്ചിരി ബെറ്റർ. ഓക്കെ. എന്നിട്ട് നമ്മുടെ അക്കൗണ്ട്സ് ക്രിയേറ്റ് ചെയ്യുക. അത് കഴിഞ്ഞ് നമ്മുടെ അതിനകത്ത് ഓരോ ഡോക്യുമെന്റ്സ് സബ്മിറ്റ് ചെയ്യുക. അപ്പൊ അതിനകത്ത് ഓരോന്നോരോന്ന് പറയുന്നുണ്ട്. നമ്മുടെ ഇവിടുത്തെ സ്റ്റേയുടെ കാര്യങ്ങള്, പിന്നെ അതുപോലെ ഇവിടുത്തെ ഒരു അഡ്രസ് കാണിക്കാൻ വേണ്ടി പറയുന്നുണ്ട്. നമുക്ക് ഇവിടെ അഡ്രസ് വെച്ചാൽ മതി, കുഴപ്പമില്ല. ഏതെങ്കിലും ഫ്രണ്ട്സ് ഒക്കെ ഉണ്ടെങ്കിൽ അവരുടെ അഡ്രസ് വെച്ചാൽ നമുക്ക് ഞാൻ പറഞ്ഞില്ല, അത് ഏജൻസി നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നല്ലോ, ഹെൽപ്പ് ചെയ്യും. പിന്നെ നമ്മൾ ഈ ഡോക്യുമെന്റ്സ് ഒക്കെ അതിനകത്ത് സബ്മിറ്റ് ചെയ്യുക. അപ്പൊ അതിനകത്ത് കുറച്ചാളും വെയിറ്റ് ചെയ്യുക. എനിക്ക് അറൗണ്ട് ഒരു 2 weeks എങ്കിലും മിനിമം ഡോക്യുമെന്റ്സ് എല്ലാം അതിനകത്ത് അപ്ലോഡ് ചെയ്യണം. അപ്ലോഡ് ചെയ്ത് നമ്മൾ 2 weeks വെയിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അതിനകത്ത് എന്തൊക്കെ കറക്ഷൻസ് ഉണ്ടെന്ന് അവർ പറയും. കറക്ഷൻസ് ഒന്നും ഇല്ലെങ്കിൽ നമുക്ക് അടുത്ത പ്രൊസീജിയറിൽ നമുക്ക് പോകാൻ പറ്റും. അപ്പൊ അത് കഴിഞ്ഞുള്ള പ്രൊസീജിയർ, അതായത് ഞാൻ പറഞ്ഞല്ലോ, നമ്മുടെ ഡോക്യുമെന്റ്സ് എല്ലാം വെരിഫൈ ചെയ്ത് കഴിയുമ്പോൾ എംബസി വെരിഫൈ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് സ്ലോട്ട് എടുക്കാനുള്ള ഇത് വരും. ഓക്കെ. അതായത് ഡോക്യുമെന്റ്സ് എല്ലാം അത് ഓക്കെ ആണെങ്കിൽ എംബസി ഓക്കെ പറയുന്നു, നമ്മൾ പോയി VFS സ്ലോട്ട് എടുക്കുന്നു, ഡയറക്റ്റ് അപ്പോയിന്റ്മെന്റ് പോകുന്നു. അപ്പോൾ എന്തൊക്കെ ഡോക്യുമെന്റ്സ് കൊണ്ടുപോകണം? അവിടെ നമ്മൾ വേറെ ഡോക്യുമെന്റ്സ് ഒന്നും കൊണ്ടുപോകണം. നമ്മുടെ ഡിഗ്രി സർട്ടിഫിക്കറ്റും പാസ്പോർട്ടും മാത്രം കൊണ്ടുപോയാൽ മതി. ഒറിജിനൽ. ഓക്കെ. ബാക്കിയെല്ലാം നമ്മൾ നമ്മുടെ പോർട്ടലിൽ അപ്ലൈ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് കുഴപ്പമില്ല. ബാക്കിയെല്ലാം അവിടുന്ന് പിന്നെ അങ്ങോട്ട് പൊക്കോളൂ. നമ്മുടെ ബാംഗ്ലൂർ കോൺസുലേറ്റിലോട്ട് പൊക്കോളൂ. ഓക്കെ. ഞങ്ങൾ വീഡിയോ എടുത്തുകൊണ്ടിരുന്നു, ഞങ്ങളെ കൊട്ടാരത്തിലിട്ട ഒരു പൂട്ടി. ഇനി എങ്ങനെ ഇറങ്ങും? ചാടാനും പറ്റത്തില്ല, എല്ലാം കമ്പിയും വെച്ച് കവർ ചെയ്തേക്കുവാണല്ലോ.
ആശ്വാസമായില്ലേ? ഏകദേശം എല്ലാം കവർ ചെയ്ത് പറഞ്ഞിട്ടുണ്ടെന്ന് തോന്നുന്നു അല്ലേ? ഞാൻ ഏകദേശം എല്ലാം ഓൾമോസ്റ്റ് എല്ലാം പറഞ്ഞിട്ടുണ്ട്. ഇനി എന്തെങ്കിലും മിസ്സായി പോയിട്ടുണ്ടെങ്കിൽ ഞാൻ എന്തായാലും ഇവൻ്റെ അക്കൗണ്ടിൻ്റെ ഡീറ്റെയിൽസ് താഴെ കൊടുത്തേക്കാം, ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം, അക്കൗണ്ട് നെയിമൊക്കെ. പിന്നെ എല്ലാത്തിലും ജർമ്മനി ഇമ്പോർട്ടൻ്റ് ലാംഗ്വേജാണ്. ലാംഗ്വേജ് ഉണ്ടെങ്കിൽ ഇവിടെ ജോലി കിട്ടും. എല്ലാ ഫീൽഡിലും വേക്കൻസീസ് ഉണ്ട്. പക്ഷേ വേണ്ടത് ലാംഗ്വേജാണ്. അപ്പം ലാംഗ്വേജ് ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റും. ലാംഗ്വേജ് എടുത്തിട്ട് ഓപ്പർച്യൂണിറ്റി കാർഡിലും ഇല്ലെങ്കിൽ മാസ്റ്റേഴ്സ് പഠിക്കാനും ഇല്ലെങ്കിൽ സ്പൗസ് വിസയിലും എല്ലാത്തിലും വരിക, പെട്ടെന്ന് ജോലി വാങ്ങുക, സെറ്റാവുക. ഞാൻ പറഞ്ഞില്ല, ഞാനിപ്പോൾ ഇവിടെ വന്നപ്പം ഇങ്ങനെ ഓരോ ജോലിക്ക് അപ്ലൈ ചെയ്തപ്പോഴും അതിനകത്ത് മെയിനായിട്ട് അവർ ചോദിക്കുന്നത് നമ്മുടെ ജർമ്മൻ ലാംഗ്വേജ് കോൺവെർസേഷൻ, അതായത് ഏത് ലെവൽ വരെ ഉണ്ടെന്നുള്ളതാണ്. അപ്പം അതിന് നമുക്ക് ഇതിനകത്തുണ്ട്, ഓപ്ഷൻസ് ഉണ്ട്. കോൺവെർസേഷൻ ലെവലുണ്ട്, പ്രൊഫഷണൽ ലെവൽ ഉണ്ടെന്നൊക്കെ ഉണ്ട്. അതായത് സർട്ടിഫിക്കറ്റും കൊണ്ട് മാത്രം വന്നിട്ട് കാര്യമില്ല, നമ്മൾ സംസാരിക്കാനൂടി പറ്റണം ഇൻ്റർവ്യൂ വരുമ്പോൾ. അപ്പോൾ ഇതൊക്കെയാണ് മെയിനായിട്ടുള്ള കാര്യങ്ങൾ. കൂടുതൽ ഇൻഫോർമേഷൻസ് ഒക്കെ വേണമെങ്കിൽ അപ്പം നമ്മളെ കോണ്ടാക്ട് ചെയ്യുക. അപ്പോൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ അപ്ഡേറ്റ് ചെയ്യാം, എന്തെങ്കിലും പുതിയതായിട്ട് ഇൻഫോർമേഷൻസ് ഒക്കെ വരുവാണെങ്കിൽ. അപ്പം ഓക്കെ, അപ്പം താങ്ക് യു സോ മച്ച്. അപ്പോൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ എന്താണ് നശിപ്പിച്ച് ഒന്നുമില്ല. അപ്പം ഇതൊക്കെ തന്നെ ഉള്ളൂ. അപ്പം അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം. അപ്പം ഷൂസ്.